വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്താം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് സ്തുതിക്കായിട്ടാണ് നമ്മൾ ഇന്ന് ബലിയർപ്പിക്കുന്നത്. അമ്മയിലൂടെ ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും നന്ദി അർപ്പിക്കാം. അമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നൽകണമേ എന്ന് തമ്പുരാൻ്റെ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. താവിൻ്റെ സുവിശേഷത്തിലെ ശിശുക്കളെ തടയുന്ന ശിഷ്യന്മാരെ സഹായിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. അവരെ തടയരുത്, അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിനാൽ കർത്താവ് നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആ ഒരു കർത്താവിലേക്ക് വരുവാനുള്ള ആ ഒരു കുഞ്ഞിനടുത്ത നിഷ്കളങ്കത എന്നും സൂക്ഷിക്കുക, അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എന്ന് ഈശോ നമ്മളോട് ഇന്ന് വചനത്തിലൂടെ പറയുമ്പോൾ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഈശോ അതിനുള്ള കൃപ എനിക്ക് ആകണമേ, പരിശുദ്ധയുടെ മാധ്യസ്ഥം എനിക്ക് തരണമേ എന്ന് നമുക്ക് യാചിച്ചുകൊണ്ട് ബലിയർപ്പിക്കാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേരിച്ചെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഏറെ പാപം ചെയ്തുപോയി എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തനിയോടും എല്ലാ മലാഖമാരോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവ്വശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശാശ്വതമായ ആരോഗ്യത്തിൽ അങ്ങേ ദാസരായി ഞങ്ങൾക്ക് സന്തോഷിക്കാനും പരിസകനിയാമരത്തിൻ്റെ മഹത്വമേറിയ മധ്യസ്ഥതാൽ കാലയളവിലെ വിഷമതകളിൽ വിമുക്തരായ നിത്യാനന്ദം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. പ്രിയ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലുള്ളൊരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിലെ ധൂപാർച്ചനയായി സ്വീകരിക്കണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിലെ ധൂപാർച്ചനയായി സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ.
ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാജ്ഞ ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, കർത്താവേ, എൻ്റെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിലെ ധൂപാർച്ചനയായി സ്വീകരിക്കണമേ. കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, എൻ്റെ ദൃഷ്ടി അങ്ങേ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിലെ ധൂപാർച്ചനയായി സ്വീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്യോദരങ്ങളെയും സംശുദ്ധമാക്കി അരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. അഗസ്റ്റിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരായിട്ട് അവരെ സഹായിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കണം, അവരെ തടയരുത്. എന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനാ വരുന്നിതാ ഞങ്ങൾ, നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഈഴയാമിൻ ആത്മവേദകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയേകാം. സ്വീകരിക്കണമേ നാഥാ, സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവശുദ്ധ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മേന്മയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് അങ്ങേ പുത്രന്റെ മാതാവിനെ സ്വർണ്ണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായി കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. സകല വിസ്മയം സുദീപിൽ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങേ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിസകനിയാമരത്തിനെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രതികരമായ പ്രഘോഷം വഴി നടത്തുന്നതും യഥാർത്ഥ ഉചിതവും ന്യായയോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ അങ്ങേ ദാസ്യയുടെ താഴ്മകടാഷ്ടിൽ അവൾ വഴി മനുഷ്യരക്ഷയുടെ അവനായ അങ്ങേ പുത്രനും ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്ത പുസ്തകമായ ലോകവാസകാലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരണത്തിന് സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മലാഹമായിട്ട് സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാലും മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റി കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്ത് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടുള്ള എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ദിവസം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് അതോടൊപ്പം തന്നെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധ കുർബാന യൂട്യൂബിലൂടെ നൽകി അനുഗ്രഹിക്കും നമ്മുടെ ഈ സഹോദരങ്ങളെ, ജോഫിനെയും എബിനെയും ജിക്സനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും അവരെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണയിൽ കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിഷമിക്കുന്ന എല്ലാവരെയും ഓർക്കാം. പ്രായമായി വീട്ടിലിരുന്ന കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഈ നിമിഷം പങ്കുകൊള്ളുന്ന എല്ലാവരെയും, ലിറ്റിൽ ഗുഡ്നസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങയിൽ കർത്താവേ, അടുത്ത മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ. താഴ്മയോടുള്ള വിഷയം നിർത്താവേ, ലോകവും വിശു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ മെത്രാന്മാരോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെ അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ മാതാവായ സ്ത്രീയാമറയത്തോടും ആ കനിയുടെ ഭർത്താവായ വകയുടെ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിശ്വരോടുമൊത്ത് ജീവിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കിയ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധനായ ദൈവപിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദൈവോദ്ദേശരൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തിന്മകളും മോചിപ്പിക്കണതിൽ ഞങ്ങൾ സമാധാനകരി വാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയുള്ള രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലന്മാർ വിശുദ്ധ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ വാർത്ത് അങ്ങേ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടില്ലേണമേ. താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീര സമ്മിശ്രണം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ശരീരത്തിലെ സ്വീകരണം എനിക്ക് ഒതുക്കിയ ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിന് ശരീരത്തിന് സംരക്ഷണവും സ്വീകാര്യമായ സുഖവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാണ്ട് വരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. സംപ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും നിരത്വവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ കാരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു സഹനീയാമരത്തിന് സ്മരണാഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ ഒരു സഹനയുടെ മാതൃകയാൽ ഞങ്ങളെ വർത്തനാഥിൻ്റെ സൗജന്യ ശുശ്രൂഷിക്കാൻ പ്രാർത്ഥനാകുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നന്ദി. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യനാഥേ, പരിശുദ്ധമറിയമേ, പിതാവേ, സെബസ്ത്യാനോസേ, സുഖശ്രേയസ്യായേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ അപേക്ഷിക്കണമേ. മരിയാമ്പികേ, വരദായികേ, ആശ്രയം നീ വിമലാംബികേ, അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാമ്പികേ, വരദായികേ, ആശ്രയം നീ വിമലാംബികേ, അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോത്ഭവേ, മാതേ മഹിതേ മനോഹരിയേ. അമ്മേ അമലേ അമലോത്ഭവേ, മാതേ മഹിതേ മനോഹരിയേ.